എവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജൂലൈ മാസം 27-ാം തീയതി നടന്ന LDC എക്സാം തിരുവനന്തപുരം ജില്ലയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏതാണ്? 1. വൈക്കം സത്യാഗ്രഹം, 2. ചാന്നാർ ലഹള, 3. ക്ഷേത്രപ്രവേശന വിളംബരം, 4. മലബാർ കലാപം. ഇത് ശരിയായ കാലഗണനാക്രമത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരമായി ലഭിക്കുക ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഉത്തരമായി ലഭിക്കുന്നത് ഓപ്ഷൻ ബി ആണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യമാണ്. 2. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി അതായത് നാറ്റോവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ശ്രദ്ധിക്കുക, ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1949-ലാണ് ഇത് സ്ഥാപിതമായത്. 2. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. 3. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അപ്പോൾ നാറ്റോയുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത്. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനും നാലാമത്തെ സ്റ്റേറ്റ്മെന്റിനും നാറ്റോയുമായി ബന്ധമില്ല. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ നാറ്റോവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? ഇവിടെ തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. 1. റോബസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്, 2. ഏപ്രിൽ തീസിസ് VA ലെനിൻ, 3. സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ, 4. ലോങ് മാർച്ച് മാവോ സേതൂങ്. ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് 3 മാത്രമാണ് തെറ്റായ ജോഡി. 3 മാത്രമാണ് തെറ്റായ ജോഡി. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 2. 1988 ജനുവരി 20-ന് അന്തരിച്ചു. 3. 1987 ഭാരതരത്നം ലഭിച്ചു. 4. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ അദ്ദേഹവുമായി ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1. ഇത് രൂപീകരിച്ചത് 1953-ലാണ്. 2. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. 3. ഫസൽ അലി, HN ഖുസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. 4. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1, 3, 4 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം?
സാധാരണ പ്രസ്താവന ചോദ്യങ്ങളിൽ ശരിയാണോ തെറ്റാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദിച്ചിരിക്കുന്ന ചോദ്യം ശരിയാണോ തെറ്റാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഒന്ന്, അന്തരീക്ഷത്തിൽ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്നാണ് പറയുന്നത്. രണ്ട്, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. മൂന്ന്, ഗ്രാനൈറ്റ് ഒരുതരം അവസാദ ശിലയാണ്. നാല്, അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. തെറ്റാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഓപ്ഷൻ എ, ബെൻഗ്വേല പ്രവാഹം. ഓപ്ഷൻ ബി, കുറോഷ്യോ പ്രവാഹം. ഓപ്ഷൻ സി, ഗൾഫ് സ്ട്രീം പ്രവാഹം. ഓപ്ഷൻ ഡി, അഗുൽഹാസ് പ്രവാഹം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അഗുൽഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? വീണ്ടും ഒരു പ്രസ്താവന ചോദ്യമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. രണ്ട്, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ നിലയം സ്ഥിതി ചെയ്യും. മൂന്ന്, ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. നാല്, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തതും നാലാമത്തതുമായിട്ടുള്ള പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തതും നാലാമത്തതുമായിട്ടുള്ള പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അറ്റ്ലാന്റിക് മേഖലയിൽ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്ന പേര് ഹരിക്കെയിൻ എന്നാണ് കേട്ടോ. ഹരിക്കെയിൻ. ഓപ്ഷൻ ബി ആണ്. ഹരിക്കെയിൻ എന്ന പേരിലാണ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? PSC മത്സര പരീക്ഷകളിലെ ഒരു സ്ഥിരം ചോദ്യമാണ്. പഠിക്കുന്ന എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. NW3 ആണ്. NW3 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ്. സൗദി അറേബ്യ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സൗദി അറേബ്യ ആണ് 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഭാഗമല്ലാത്ത പ്രസ്താവന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. രണ്ട്, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. മൂന്ന്, ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. നാല്, ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് പ്രസ്താവനകൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. എന്നാൽ നാലാമത്തെ പ്രസ്താവന ശരിയല്ല എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അത്യാവശ്യം ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഒന്നാം സ്ഥാനം ബി ആണ്. ഒന്നാം സ്ഥാനം നെല്ലിനാണ്. രണ്ടാം സ്ഥാനം ഗോതമ്പിനാണ്. മൂന്നാം സ്ഥാനം ചോളമാണ്. നാലാം സ്ഥാനം
പയറ് വർഗ്ഗങ്ങളാണ്. ഈ രീതിയിലാണ് ഇവിടെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മത്സര പരീക്ഷകളിൽ റിസർവ് ബാങ്കുമായി RBIയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ കാണാറുണ്ട്. 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആണ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ പ്രസ്താവനകൾ വിലയിരുത്തണം. അതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് അവയുടെ ശരിയായ ക്രമം എഴുതുക. അപ്പോൾ ശരിയായ ക്രമം എഴുതാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. 1, ബാങ്ക് ദേശസാൽക്കരണം. 2, ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം. 3, 500, 1000 നോട്ടുകളുടെ നിരോധനം. 4, ഭൂപരിഷ്കരണം. ഇത് കാലഘടന ക്രമം അനുസരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയും ത്വരിതപ്പെടുത്തിയുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 എന്നത് പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 1, അടൽ ഇന്നൊവേഷൻ മിഷൻ. എന്താണ് അടൽ ഇന്നൊവേഷൻ മിഷൻ എന്ന് ചോദിച്ചാൽ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2, മെഥനോൾ സമ്പദ്ഘടന. മെഥനോൾ സമ്പദ്ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ അതിന്റെ ചെലവ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. 3, സഹകരണ ഫെഡറലിസം. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അടുത്തത് ശൂന്യ ക്യാമ്പയിൻ. എന്താണ് ശൂന്യ ക്യാമ്പയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് പ്രസ്താവനകൾ 2ഉം 3ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 4ഉം ശരിയല്ല, അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 1, ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനാണ്. 2, ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 3, 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. 4, 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. ഇവയിൽ 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ാമത്തെ സ്റ്റേറ്റ്മെന്റും 3ാമത്തെ സ്റ്റേറ്റ്മെന്റും മാത്രമാണ് ഇവിടെ ശരി. അടുത്ത ചോദ്യം, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്?
ഒന്ന്, സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. രണ്ട്, വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1989 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മാത്രമാണ് ഇവിടെ ശരിയായത്. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്ന്, സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. രണ്ട്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. മൂന്ന്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. നാല്, സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരം ഉണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ 1ഉം 2ഉം മാത്രമാണ്. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് ഉചിതമായ പ്രസ്താവന ഏതാണ്? PSC ഈ ചോദ്യം ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 24ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, ഒന്ന് ശരി. മാൻസുഖ് മാണ്ഡവ്യാണ് ഇവിടെ ഉത്തരം. ഒന്ന് മാത്രമാണ് ശരി. 25ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, 15ാമത്തെ പ്രസിഡന്റ്. 2, 14ാമത്തെ പ്രസിഡന്റ്. 3, 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 4, 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. ഇവിടെ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. അതായത് 15ാമത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശരിയാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചു. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യമാണ്. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. അദ്ദേഹം ഏത് രാജ്യത്തിലെ പ്രസിഡന്റ് ആയിരുന്നു? ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സ്നേഹസ്വാന്തനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? 1, സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം. 2, കുഷ്ഠരോഗികൾക്കായി നൽകുന്ന പ്രതിമാസ ധനസഹായം. 3, പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന ധനസഹായം. 4, സിക്കിൾസ് അനീമിയ രോഗികൾക്ക് നൽകുന്ന ധനസഹായം. ഇവിടെ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരി. അതായത് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസ്വാന്തനം പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. 2, പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. 3, പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. 4, പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. ഇതിൽ സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായിട്ടുള്ളത് 1, 2, 3 ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്.
ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ചോദ്യം, വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഒന്ന്, പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. 2, OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം. 3, പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. 4, അമ്മത്തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? 1, കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത്. 2, ഭിന്നശേഷിയുള്ള വിഭാഗങ്ങളിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്. 3, പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി. 4, ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 31ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അതായത് ശ്രീ എം ഷാജർ ആണ് ഇപ്പോഴത്തെ യുവജന കാര്യ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 33ാമത്തെ ചോദ്യം, കേന്ദ്ര സംസ്ഥാന വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? 1, വെള്ളനിറം മുന്നറിയിപ്പില്ലാതെയായെന്നും മഴ ഇല്ലാതെ ആയെന്നുമുള്ള സൂചന. 2, പച്ചനിറം മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു. 3, മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാവുമെന്ന് സൂചിപ്പിക്കുന്നു. 4, ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇനി നമുക്ക് സയൻസ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്. ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകളാണ്. അടുത്ത ചോദ്യം, ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയാണ് രക്തമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്ന വിഷവസ്തുവായ അമോണിയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ഓപ്ഷൻ ബി ആണ്. കരളാണ് ഉത്തരം. അടുത്ത ചോദ്യം, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാവുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. ഓപ്ഷൻ സി ആണ്. അക്രോമെഗാലിയാണ്. അടുത്ത ചോദ്യം, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. ലൈസോസൈം ആണ്. ലൈസോസൈം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആണ്. മിഠായി. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സൗദി അറേബ്യ. അടുത്ത ചോദ്യം, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ഫിസിക്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്.
ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 2 ജൂൾ എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് അപവർത്തനം. അടുത്ത ചോദ്യം, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണ്? ഓപ്ഷൻ എ ആണ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി. 46ാമത്തെ ചോദ്യം, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്? വളരെ ലളിതമായ ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ആദിത്യ L1. ആദിത്യ L1 ആണ്. അടുത്ത ചോദ്യം, രാജദ്രാവകം എക്വാറീജിയ എന്താണ്? ഓപ്ഷൻ എ ആണ് നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. 1:3. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏതാണ്? ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏതാണ്? PSC ഈ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? ഓപ്ഷൻ എ പാലാണ്. ഓപ്ഷൻ ബി സോഡിയം അമാൽഗം. ഓപ്ഷൻ സി കഞ്ഞിവെള്ളം. ഓപ്ഷൻ ഡി ചെളിവെള്ളം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം. സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലൈനി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? സിങ്ക് സൾഫൈഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് ക്വാണ്ടം ഡോട്ട്സ്. അടുത്ത ചോദ്യം, അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി എന്ന് പറയുന്നത് ഖസാക്കിന്റെ ഇതിഹാസം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 53ാമത്തെ ചോദ്യം, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? കീലേരി കുഞ്ഞിക്കണ്ണൻ പ്രശസ്തി നേടിയത് സർക്കസ് രംഗത്താണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 54ാമത്തെ ചോദ്യം, തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ഓപ്ഷൻ എ ആണ് കുഞ്ഞനന്ദൻ നായരാണ്. കുഞ്ഞനന്ദൻ നായരാണ് തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. 55ാമത്തെ ചോദ്യം, പാലിലെ വെണ്ണ പോൽ എന്ന് തുടങ്ങുന്ന വരികൾ ഏത് കൃതിയിലേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഓപ്ഷൻ സി ആണ്. മുഹിയുദ്ദീൻ മാലയിലെ വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, ജ്ഞാനപീഠം പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചന, അദ്ദേഹത്തിന് ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയത് ഏത് രചനയ്ക്കാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം SK പൊറ്റക്കാടിന് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാർൽസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം? ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ. ആർ പ്രജ്ഞാനന്ദയാണ് നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പില് മാഗ്നസ് കാർൽസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം എന്ന് പറയുന്നത്. 58ാമത്തെ ചോദ്യം, മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് കേരള വന ഗവേഷണ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. 59ാമത്തെ ചോദ്യം, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ് ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് ഏതാണ്? ഇതിൽ വിട്ടുപോയത് ഗിഗാബൈറ്റ്. ഗിഗാബൈറ്റ് ആണ് ഇതിൽ വിട്ടുപോയത്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനികളും ശ്രദ്ധിക്കുക. ഇതിൽ ശരിയായിട്ടുള്ള കണ്ടെത്താനാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് എഡ്ജ് മൈക്രോസോഫ്റ്റിൻ്റെതാണ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെതാണ്, ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെതാണ്. ഇത് 3മാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്തത്, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക എന്നുള്ള ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ഒരു ചോദ്യമാണ്. 62,
താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം എന്ന് പറയുന്നത്. ടെലഗ്രാമിനാണ് മെറ്റയുമായിട്ട് ബന്ധമില്ലാത്തത്. 63-ാമത്തെ ചോദ്യം, ഡീപ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡീപ് ഫേക്ക്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, സംസ്ഥാനത്തിലെ ഗവർണറാണ് നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനം ഏതാണ്? ഉൾപ്പെടാത്ത സേവനം ഓപ്ഷൻ എ ആണ്. നിസ്വാർത്ഥ സേവനങ്ങൾ ഉൾപ്പെടുന്നില്ല. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും ചുമതലയാണ്. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക, അതും ശരിയാണ്. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക, ഇത് ഇദ്ദേഹത്തിന്റെ ചുമതല അല്ല. 4, പട്ടികവർഗക്കാരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ, മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, തീർച്ചയായിട്ടും വരും. സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യപ്പെടുത്തുക, ഇതും ഉൾപ്പെടും. സാമ്പത്തിക ചൂഷണം തീർച്ചയായിട്ടും ഉൾപ്പെടും. മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 68-ാമത്തെ ചോദ്യം, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012. ഓപ്ഷൻ എ ആണ് 2012. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 70-ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ തീർച്ചയായിട്ടും ഓപ്ഷൻ എ ആണ് രേഖ ശർമ്മയാണ് ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനിയുള്ള ചോദ്യങ്ങൾ മാത്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. ഇവിടെ ഞാൻ ഇതിന്റെ ഉത്തരം മാത്രം മാർക്ക് ചെയ്ത് മുന്നോട്ട് പോവാണ്. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾക്ക് 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി ആണ് 15%. അടുത്ത ചോദ്യം, 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏത്? ഓപ്ഷൻ എ ആണ് 138 എന്ന് പറയുന്ന സംഖ്യയാണ് പുതുതായിട്ട് ചേർത്തത്. അടുത്ത ചോദ്യം, ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്ന വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടിവരും? ഓപ്ഷൻ ഡി ആണ് 2 മണിക്കൂർ 15 മിനിറ്റ് ആണ്. 2 മണിക്കൂർ 15 മിനിറ്റ് ആണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്രയാണ്? 2k+1 ഇൻറ്റു 2/5 = 2/7. ഇവിടെ കെയുടെ വില 1 ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. അടുത്തത്, എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കും. എന്നാൽ ബി മാത്രമായി ആ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? ഓപ്ഷൻ സി ആണ് 30 ദിവസമാണ് എടുക്കുന്നത്. ഓപ്ഷൻ സി 30 ദിവസം. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അടുത്തത്, രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? ഓപ്ഷൻ ബി ആണ്
തെക്ക് ദിശയിലാണ് അദ്ദേഹത്തിന്റെ യാത്രയെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹലോ എന്ന വാക്ക് KHOOR എന്ന കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്ക് ഏത് കോഡിലാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 79ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏതാണ്? 4ാമത്തെ സംഖ്യ ഓപ്ഷൻ എ ആണ്, 19 ആണ് 4ാമത്തെ സംഖ്യ. 80ാമത്തെ ചോദ്യം, A പ്ലസ് എന്ന ചിഹ്നത്തെയും B മൈനസ് എന്ന ചിഹ്നത്തെയും C ഡിവൈഡഡ് ബൈ എന്ന ചിഹ്നത്തെയും D ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18A, 12C, 6D, 2B, 5 എത്രയാണ് എന്നാണ് ചോദ്യം. ബി ആണ് ഇവിടെ ഉത്തരം. 17 എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. ഇതോടുകൂടി മാത്സിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനിയും ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. 81ാമത്തെ ചോദ്യം, ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്. ഇവിടെ ഉത്തരം എ ആണ്, ഹാസ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ചോദ്യമാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഷാൽ വി എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 83ാമത്തെ ചോദ്യം, ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് ദ ട്രെയിൻ. ഇതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. 84ാമത്തെ ചോദ്യം, ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പൂവർ. ഇവിടെ ഓപ്ഷൻ സി ആണ്, വുഡ് ഹെൽപ്പ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. ഇവിടെ ഉത്തരം 2 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത്. ഇനി ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇവിടെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് ഇവിടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ഇഡിയം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്നതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 88ാമത്തെ ചോദ്യം, ദ ഡാഷ് ഓഫ് വാൾസ് ഹോൾഡ് അറ്റ് ദ മൂൺ. ഇവിടെ ഓപ്ഷൻ എ ആണ്, പാക്ക് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 89ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് അമെൻമെന്റ്. അമെൻമെന്റ് എന്ന വാക്കിന്റെ സിനോണിം ആണ് മോഡിഫിക്കേഷൻ. 90ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ അന്റോണിം ഓഫ് ഡെഫിസിറ്റ്. ഡെഫിസിറ്റിന്റെ അന്റോണിം ആണ് സർപ്ലസ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് മലയാളത്തിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 91ാമത്തെ ചോദ്യം, അനപത്യൻ എന്ന മലയാളത്തിന്റെ അർത്ഥം എന്താണ്? അനപത്യൻ എന്ന മലയാളത്തിന്റെ അർത്ഥം സന്തതി ഇല്ലാത്തവൻ എന്നാണ്. സന്തതി ഇല്ലാത്തവൻ എന്നാണ് അനപത്യൻ എന്ന മലയാള പദത്തിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം കവയിത്രിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പദം. 93ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതാണ്? സലിംഗ ബഹുവചനമാണ് പുരുഷന്മാർ. പുരുഷന്മാർ എന്നുള്ളതാണ് സലിംഗ ബഹുവചനം. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം, ശ്ലോകത്തിൽ കഴിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചുരുക്കി പറയുക എന്നതാണ് അതിന്റെ അർത്ഥം. 95ാമത്തെ ചോദ്യം, പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചിരുന്നത് എങ്ങനെയാണ്? പിഞ്ഞാണത്തിന്റെ വർണ്ണം. ഓപ്ഷൻ ബി ആണ്, പിഞ്ഞാണത്തിന്റെ വർണ്ണം എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. 96ാമത്തെ ചോദ്യം, പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ ആണ്, അണയ്ക്കുക എന്നുള്ളതാണ് പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം. 97, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആരാണ്? ദ്രൗണി എന്ന് പറയുന്നത് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിനെ ആണ് ദ്രൗണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 98, ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ്, ചിത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. ചിത് പ്ലസ് മുദ്ര ചിന്മുദ്രയാണ്. 99ാമത്തെ ചോദ്യം, കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന അപരനാമത്തെ അറിയപ്പെടുന്നത്. 100ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേതാണ്?
അക്ഷരത്തെറ്റുള്ള വാക്ക് ഓപ്ഷൻ എ ആണ് വിശ്വസ്തൻ. വിശ്വസ്തൻ എന്ന് പറയുന്നതാണ് അക്ഷരത്തെറ്റുള്ള വാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് LDC തിരുവനന്തപുരം ജില്ലയുടെ ചോദ്യപേപ്പറുകളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. മറ്റൊരു ചോദ്യപേപ്പറുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.